വെൽക്കം ടു ലൈവ് ചിറ്റ് ചാറ്റ് വിത്ത് കല്ലറിക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ലൈവ് ചിറ്റ് ചാറ്റ് വിത്ത് മഹാറാണി എന്തായെന്ന് അറിയാമായിരിക്കും. ഇനിയിപ്പോൾ അറിയാൻ മേലാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. അതായത് ഇനി മുതൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള ഡിസൈൻസും കളക്ഷൻസും അതിൻ്റെ പ്രൈസും അതിൻ്റെ വെയിറ്റും എല്ലാം. പ്രൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിളിക്കുന്ന ദിവസത്തെ ഗോൾഡ് റേറ്റ് വെച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽ, അതിപ്പോൾ 1 ഗ്രാമിൻ്റെ ഒരു ചെറിയൊരു മാല ആയിക്കോട്ടെ, 100 പവൻ്റെ ഒരു ഹെവി വെഡ്ഡിങ് സെറ്റ് ആയിക്കോട്ടെ, നിങ്ങൾ പറയുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ വീഡിയോ കോളിലൂടെ ലൈവായിട്ട് അത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ലൈവ് ചിറ്റ് ചാറ്റ് വിത്ത് മഹാറാണി. ഇതിൻ്റെ കുറച്ച് പോസ്റ്റേഴ്സും അതുപോലെ തന്നെ പ്രൊമോ ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി ഓൾറെഡി ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒരുപാട് കാണാൻ ആഗ്രഹമുള്ള ഡിസൈൻസിനെ കുറിച്ചിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് മെസ്സേജ് വന്നു. അതിനോടൊപ്പം തന്നെ ഇതെങ്ങനെയാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യേണ്ടത്, നിങ്ങൾ അതിൻ്റെയൊക്കെ കുറച്ചധികം എൻക്വയറീസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ എന്ത് വിചാരിച്ചു എന്ന് വെച്ചാൽ ഇനി ഒരു ഡെമോ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കി തരാം. അതായത് എങ്ങനെയാണ് ലൈവ് ചിറ്റ് ചാറ്റ് വിത്ത് മഹാറാണിയുടെ ഒരു റൂട്ട് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ഡെമോ എപ്പിസോഡിൽ ഞാൻ വിളിക്കാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ടിനെ തന്നെയാണ്. അപ്പം അവൾക്ക് അറിയത്തില്ല ഞാൻ അവളെ വിളിക്കാൻ പോകുന്നുണ്ടെന്ന് അറിയില്ല. ആളിപ്പം വർക്കിങ്ങിലായിരിക്കും. നമുക്ക് എന്തായാലും ഒന്ന് വിളിച്ച് നോക്കാം. സോ അവൾക്ക് എന്താണോ കാണാൻ ആഗ്രഹമുള്ളത്, ഐശ്വര്യ എന്നാണ് കുട്ടിയുടെ പേര്. അപ്പോൾ ഐഷുന് എന്താണ് കാണാൻ ആഗ്രഹം, ഏത് ജ്വല്ലറിയാണ് ആഗ്രഹം എന്ന് നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് ഐഷുന് വീഡിയോ കോളിലൂടെ ലൈവായിട്ട് നമ്മളെ കളക്ഷൻസും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഐഷുന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും. അപ്പം നമുക്കൊന്ന് വിളിച്ച് നോക്കാം. സോ ആൾക്ക് അറിയില്ല ഞാൻ ആളെ വിളിക്കുന്നുണ്ടെന്ന്. അപ്പം ഇപ്പോൾ ഒരു ലഞ്ച് ടൈം ഒക്കെ ആയതുകൊണ്ട് ചിലപ്പം കോൾ അറ്റൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് വിളിച്ച് നോക്കാം. ഹലോ, സുഖാണോ? എടാ ഒരു ചെറിയ ഹെൽപ്പ്, ഞാനിപ്പോൾ ഷൂട്ടിൽ നിന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ മഹാറാണിയുടെ കണ്ണൂർ ജ്വല്ലറിയിലുണ്ട്, തലശ്ശേരി ഔട്ട്ലെറ്റിലുണ്ട്. ഇപ്പം നമ്മൾ പുതിയൊരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ലൈവ് ചിറ്റ് ചാറ്റ് വിത്ത് മഹാറാണി എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളുടെ കസ്റ്റമേഴ്സിന്, അത് നമ്മളെ കാണുന്ന പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഓർണമെന്റ് അവർക്ക് ലൈവായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കും. ഇപ്പോൾ ഒരു ഡെമോ എപ്പിസോഡ് എന്ന രീതിക്ക് ഞാൻ നിന്നെ വിളിച്ചതാണ്. നിനക്ക് ഇപ്പം റീസെന്റ് ആയിട്ട് പർച്ചേസ് ചെയ്യണം എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങണം എന്നോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കളക്ഷൻ പറയുകയാണെങ്കിൽ ഞാൻ ലൈവായിട്ട് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഐഷു പറഞ്ഞിരിക്കുന്നത് ലൈറ്റ് വെയിറ്റിൽ വരുന്ന 18 ക്യാരറ്റ്സ് ആണോ 22 ആണോ? ഓക്കെ, 18 ക്യാരറ്റിൽ വരുന്ന ലൈറ്റ് വെയിറ്റിന്റെ കളക്ഷൻ കാണണം എന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം എനിക്കൊരു കുറച്ച് സമയം തന്നാൽ ഞാൻ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. ഓക്കെ, അപ്പോൾ 18 ക്യാരറ്റ്സിൽ വരുന്ന ലൈറ്റ് വെയിറ്റ് ഓഫീസ് വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് ആൾ ചോദിച്ചിരിക്കുന്നത്. എനിക്കാളെ അറിയാവുന്നതുകൊണ്ട് പറയുകയാണ് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് ആയിരിക്കും നോക്കുക. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് അവളെ ഒന്ന് തിരിച്ചു വിളിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഐഷു പറഞ്ഞ കളക്ഷൻസ്. ഐഷുവിൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് നിൽക്കുന്ന ഐഷുവിന് ഓഫീസ് വെയർ ഒക്കെ ഇടാൻ പറ്റുന്ന കളക്ഷൻസ്. അപ്പം ഞാൻ സെറ്റ് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഐഷുവിനെ വിളിച്ചിട്ട് അവളെ ഒന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം, എന്തായിരിക്കും ഇഷ്ടപ്പെടുക എന്ന് നമുക്കൊന്ന് നോക്കാം. ഹലോ, കാണിച്ചു തരട്ടെ? ഓർണമെന്റ്സ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐഷുവിന് ഏതാ ഇഷ്ടപ്പെടുന്നതെന്ന് നോക്കാം. എന്നിട്ട് ഐഷുവിനുള്ള ഡൗട്ട്സും കാര്യങ്ങളും അതിൻ്റെ റേറ്റും പ്രൈസൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, 1 by 1 ആയിട്ട് ഞാൻ കാണിക്കാമേ. ഇതാണോ? ഈ ഒരു മാലയാണ് ഐഷു ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു മാലയുടെ വെയിറ്റ് 1 ഗ്രാമാണ് ഈ ഒരു മാലയുടെ വെയിറ്റ് വരുന്നത്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിന്റെ റേറ്റ് ഗസ് ചെയ്യാൻ പറ്റുമോ? അപ്പം ഐഷുവിന് തോന്നുന്നത് ഒരു 10,000 to 12,000 ഇൻ ബിറ്റ്വീൻ നിൽക്കുന്നതാണ്. പക്ഷെ ഇതിന്റെ റേറ്റ് ഞാൻ പറയട്ടെ, ഇതൊരു 8,000 റുപ്പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാല വാങ്ങിക്കാൻ പറ്റും. കണ്ടോ, ഒരു 8,000 റേഞ്ചിൽ വരുന്ന ഒരു മാലയാണ് ഈ ഒരു മാല. ഇഷ്ടപ്പെട്ടോ? അതെ, 18 ക്യാരറ്റും 22 ക്യാരറ്റും നമ്മൾ വ്യത്യാസം എന്ന് വെച്ചാൽ 22 ക്യാരറ്റ് ആകുമ്പോൾ 916 ആണ്, അതായത് 91.6% ഗോൾഡ് ആയിരിക്കും. ബാക്കി മാത്രമാണ് അതർ മെറ്റൽസ് വരിക. പക്ഷേ നമ്മൾ 18 വരുമ്പോൾ 75% മാത്രമേ ഗോൾഡ് കണ്ടന്റ് വരുന്നുള്ളൂ. ബാക്കി പെർസെൻറ്റേജ് മൊത്തം അതർ എലമെന്റ്സാണ് വരുന്നത്.
അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡ്യൂറബിലിറ്റി, അതിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ ഒരു സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും ഒരു ഗ്രാമിനാണെങ്കിലും നമുക്കത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു 18 ക്യാരറ്റ്സിന് ഇത്രയും ഒരു ഹൈപ്പ് കിട്ടാൻ കാരണം. അടുത്ത കാണിച്ചു തരാം. ദാ ഇതും ഈ പറഞ്ഞ പോലെ നല്ലൊരു ലൈറ്റ് ചെയിൻ വന്നിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പെൻഡൻറ്റ് വരുന്നൊരു ഡിസൈനാണ്. ഒരു 3 ഗ്രാം വെയിറ്റ് വരുന്നൊരു ചെയിനാണിത്. പിന്നെ അതിൻ്റെ ഇപ്പോൾ റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 23-24 ആ ഒരു റേഞ്ച് നിൽക്കും. ഓക്കെ, നെക്സ്റ്റ് കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഇപ്പം താൻ പറഞ്ഞത് വെച്ച് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലും കളക്ഷൻസ് ഉണ്ട്. ഇപ്പം ഞാൻ പെട്ടെന്ന് സെറ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉള്ളതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ഞാൻ വെച്ചത്. എന്താ ഒരു ഫീഡ്ബാക്ക് നമ്മുടെ 18 ക്യാരറ്റ് കളക്ഷൻസ് കണ്ടിട്ട്? നമുക്ക് ഷോറൂം വരുന്നത് ആക്ച്വലി നമുക്ക് 2 ഷോപ്പാണുള്ളത്. ഒന്ന് നമുക്ക് ബാങ്ക് റോഡ്, കണ്ണൂരിൽ ബാങ്ക് റോഡിലൊരു ഷോറൂം ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഇത് കാണിച്ചിരിക്കുന്നത് നമ്മുടെ തലശ്ശേരി ഔട്ട്ലെറ്റിൽ നിന്നാണ്. തലശ്ശേരി ടൗണിൽ തന്നെയാണ് നമ്മുടെ ഷോറൂം വരുന്നത്. കിട്ടും. ഈവൻ ഇഫ് അവിടെ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഇവിടുന്ന് നമുക്കത് എത്തിക്കാൻ പറ്റും. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇപ്പം എനിക്ക് പ്രേക്ഷകരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ച കളക്ഷൻസിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എല്ലാ എപ്പിസോഡ്സിലും നമ്മൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് കാണിക്കാറുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് അയച്ചു തന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പർച്ചേസ് ചെയ്യുന്ന രീതിയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ബുക്ക് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യാം. നമുക്ക് ഒരുപാട്, അതായത് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് ഈസി മെത്തേഡിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഐഷുവിന് വെച്ചപ്പോൾ ഈ ഒരു ചെയിൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നോട് ഫസ്റ്റ് ചോദിച്ചത് ഇതിൻ്റെ വെയിറ്റ് എത്രയാണെന്നാണ്. വെയിറ്റ് വരുന്നത് 1 ഗ്രാമും 140 മില്ലിയുമാണ് ഈ ഒരു മാലയുടെ വെയിറ്റ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു റേറ്റിംഗ് കാറ്റഗറി ഒക്കെ പറയുകയാണെങ്കിൽ ഇന്നത്തെ ഒരു പ്രൈസ് വെച്ചിട്ട് ഇതിൻ്റെ റേറ്റ് വരെ 8,000 റേഞ്ചിലായിരിക്കും ഇതിൻ്റെ ഒരു റേറ്റ് വരിക. പിന്നെ നമുക്ക് ലൈക്ക് നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ, പർച്ചേസ് ചെയ്യാൻ വരുന്ന ഡേറ്റ് അനുസരിച്ച് നമുക്ക് ഗോൾഡ് റേറ്റിൻ്റെ വില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. അങ്ങനെ ചെറിയ വേരിയേഷനൊക്കെ വരാം. ഒരു 8,000-നകത്ത് നിൽക്കുന്ന ഒരു ചെയിനാണ് ഈ ഒരു ചെയിൻ വരുന്നത്. പിന്നെ ഇതിൽ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര തിന്നായിട്ടുള്ളൊരു ചെയിനാണ്. അതായത് ഈ കോളേജ് വെയർ ഒക്കെ ആയിട്ടാണെങ്കിലും ഓഫീസ് വെയർ ഒക്കെ ആയിട്ടാണെങ്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ കഴുത്തിൽ കിടന്ന അത്രയും ഭംഗിയായിരിക്കും. പിന്നെ ചെറിയൊരു ഹാങ്ങിങ്സ് പോലെ നല്ല ഫ്ലോറൽ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മാലയാണ് ഈ ഒരു മാല. ഞാൻ ഒന്നുകൂടെ പറയാം, 8,000 ഒരു റേഞ്ചിൽ നിൽക്കുന്ന, നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള, ഇത് കാണാൻ അത്യാവശ്യം ഐഷു പറഞ്ഞു ഒരു 10,000 ഒരു 12,000 രൂപയൊക്കെ ആകുമെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു മാലയാണ് ഈ ഒരു മാല. അപ്പം നമ്മളുടെ ആ ഒരു രീതി മനസ്സിലായല്ലോ, എങ്ങനെയായിരിക്കും ഈ ലൈവ് ചിറ്റ് ചാറ്റ് വിത്ത് മഹാറാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എപ്പിസോഡ് എങ്ങനെയാണ്, ഒരു സെഗ്മെന്റ് എങ്ങനെയായിരിക്കും പോകാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം നമുക്ക് ഇവിടെയുള്ള എല്ലാ കളക്ഷൻസും A to Z കളക്ഷൻസും നിങ്ങൾ ചോദിച്ചാലും നമ്മൾ കാണിച്ചു തരും. അതിപ്പം എന്തോ ആയിക്കോട്ടെ. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ വരെ വന്ന് പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് കളക്ഷൻ കാണണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചോദിക്കാം. ഈ ഒരു 50 പവൻ്റെ ഇപ്പോൾ ചെട്ടിനാട് ഡിസൈനിലും കേരള ഡിസൈനിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മിക്സ് മാച്ച് ഇത് കാണിക്കാമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ റെഡിയാണ് നിങ്ങൾക്ക് ആ സംഭവങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് നമ്മളുടെ സൈഡിൽ നിന്നുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു തരാൻ ഞങ്ങൾ റെഡിയാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പർച്ചേസ് കുറച്ചും കൂടെ ഈസി ആക്കുവാണ് നമ്മൾ. അപ്പം ഇതെടുത്ത് വെച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളക്ഷൻ വേണ്ടതാ ഈ ഒരു കളക്ഷൻ. ഇത് ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു ഡയമണ്ട് പെൻഡൻറ്റും 18 ക്യാരറ്റും വരുന്ന പോലെ ഉണ്ട്. കാരണം നോർമലി ഡയമണ്ട്സ് വരാറ് 18 ക്യാരറ്റ്സിലാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ കണ്ടോ, ഒരു ഡയമണ്ട് പെൻഡൻറ്റ് കിടക്കുന്ന പോലെ തന്നെ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് 4 ഗ്രാമാണ് ഈ ഒരു മാലയുടെ വെയിറ്റ് വരുന്നത്. നല്ല ഭംഗിയായിരിക്കും. ഇത് കുറച്ച് കണ്ടോ ഒരു സ്റ്റോൺ വർക്ക് വരുന്ന രീതിയിലുള്ള തിന്നായിട്ട് വരുന്ന ചെയിനിലൊരു ഡിസൈനാണ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 3 ഗ്രാമാണ്. 3 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 25 ബിലോ നിൽക്കുന്ന രീതിയിലുള്ള വരുന്നൊരു ചെയിനാണ് ഈ ഒരു ചെയിൻ. ഞാനിപ്പോൾ 2 കളക്ഷൻ കാണിച്ചു എന്നേ ഉള്ളൂ. അതുപോലെ ഒരു കണ്ടോ, ഈ ഒരു ബ്ലൂ സ്റ്റോൺസിൽ വരുന്ന നല്ലൊരു ചെറിയ വൈറ്റ് സ്റ്റോണൊക്കെ വെച്ചിട്ടൊരു വർക്ക് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡയമണ്ട് ഇപ്പം
ഡയമണ്ട് ഇട്ടില്ലെങ്കിലും ഡയമണ്ട് ഒരു ലുക്ക് കിട്ടും. നമ്മളൊക്കെ അതാണല്ലോ നോക്കുന്നത്. പ്രത്യേകിച്ച് ഞാനൊക്കെ നോക്കുമ്പോൾ ഡയമണ്ട് ലുക്ക് ഉണ്ടെങ്കിൽ ആ മാല അടിപൊളിയായിരിക്കും എന്നൊരു വിശ്വാസം ഉള്ളൊരു കൂട്ടത്തിലാണ് ഞാൻ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് ഈ ഒരു കളക്ഷൻ. അപ്പം ഇനിയും ഇതുപോലുള്ള ഒരുപാട് നല്ല കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവും, ഷുവറായിട്ടും ചോദിക്കുക, ഞങ്ങൾ റെഡിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. താഴെക്കാളുന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് കാണേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഏത് ഡിസൈൻ ആണെങ്കിലും ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലൈവ് ചിറ്റ് ചാറ്റ് വിത്ത് മഹാറാണിയുടെ വിശേഷങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ. ബൈ. കല്ലറിക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ.